നമസ്കാരം. പ്രശസ്ത പിന്നണി ഗായികയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ കൽപ്പന രാഘവേന്ദർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്നാണ് ആശുപത്രിയിലായത് എന്ന റിപ്പോർട്ടുകൾ തള്ളി മകൾ ദയാപ്രസാദ് പ്രഭാകർ. തന്റെ അമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടില്ലെന്നും മരുന്ന് കഴിച്ചത് കൂടിപ്പോയതാണെന്നും അവർ പറഞ്ഞു. മറിച്ചുള്ള പ്രചാരണങ്ങളെ ദയ തള്ളിക്കളയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ഗായിക കൽപ്പന രാഘവേന്ദറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹൈദരാബാദിലെ നിസാംപേട്ടിലെ വസതിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നായിരുന്നു വിവരം. എന്നാൽ ഇത് വാസ്തവവിരുദ്ധമാണെന്ന് വ്യക്തമാക്കിയാണ് കൽപ്പനയുടെ മകൾ ദയാപ്രസാദ് പ്രഭാകർ രംഗത്ത് വന്നത്. അമ്മ ഉറക്ക ഗുളിക കഴിച്ചതിന്റെ ഡോസ് കൂടിപ്പോയതാണെന്നും നിലവിലെ പ്രചാരണങ്ങൾ തെറ്റാണെന്നും ദയ പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബുധനാഴ്ചയാണ് ഗായിക കൽപ്പന രാഘവേന്ദറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അമിതമായി ഗുളികൾ കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ. അയൽക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്നെത്തിയ പോലീസാണ് ഗായികയെ നിസാംപേട്ടിലെ വീട്ടിനുള്ളിൽ അബോധാവസ്ഥയിൽ കണ്ടത്. ഗായിക ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചതിനെ തുടർന്നാണ് മകൾ ഇതിൽ വ്യക്തത വരുത്തിയത്. എൻ്റെ അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല. അവർ പൂർണ്ണമായും സുഖമായിരിക്കുന്നു. അവർ സന്തോഷവതിയും ആരോഗ്യവതിയുമാണ്. അവർ ഒരു ഗായികയാണ്. PhDയും LLBയും ചെയ്യുന്നതിനാൽ ഇത് ഉറക്കമില്ലായ്മയ്ക്ക് കാരണമായി. ഇതിൻ്റെ ചികിത്സയുടെ ഭാഗമായി ഡോക്ടർമാർ നിർദ്ദേശിച്ച ഗുളികകൾ അവർ കഴിച്ചു. സമ്മർദ്ദം കാരണം കഴിച്ച മരുന്നിൻ്റെ അളവ് അല്പം കൂടിപ്പോയി. ദയവായി ഒരു വാർത്തയും തെറ്റായി വ്യാഖ്യാനിക്കരുതെന്നും ദയ പറയുന്നു. തൻ്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നുവെന്നും മകൾ പറഞ്ഞു. അമ്മ ഉടൻ ജീവിതത്തിലേക്ക് തിരികെ എത്തും. ഇതൊരു ആത്മഹത്യാ ശ്രമമല്ല. ഉറക്കമില്ലായ്മയ്ക്ക് കഴിക്കുന്ന ഗുളിക അല്പം കൂടുതൽ കഴിച്ചു പോയതാണ്. ദയവായി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയോ വിവരങ്ങൾ വളച്ചൊടിക്കുകയോ ചെയ്യരുതെന്നും ദയ ആവശ്യപ്പെട്ടു. 2 ദിവസമായി വീട് അടഞ്ഞുകിടക്കുന്നത് സുരക്ഷാ ജീവനക്കാരൻ്റെയും അയൽക്കാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നുള്ള പരിശോധനയിലാണ് കൽപ്പന അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ നിസാംപേട്ടിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കൽപ്പന ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണെന്നാണ് വിവരം. കൽപ്പനയുടെ ഭർത്താവ് ചെന്നൈയിലായിരുന്നു എന്നാണ് റിപ്പോർട്ട്. KPHB പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്.